അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം കോഴിക്ക് സന്ധ്യയ്ക്കുള്ള തീറ്റി കൊടുക്കുക. അതുകൊണ്ട് ഇച്ചിരി ബഹളമില്ല, അല്ലെന്നുണ്ടെങ്കിൽ കിടന്നങ്ങ് ബഹളമാണ് വീഡിയോ എടുക്കുമ്പോൾ, അങ്ങനെ ശബ്ദം കിട്ടത്തില്ല. ഒരു മുട്ടയുണ്ട് ലാസ്റ്റ് മുട്ട, ബാക്കി എല്ലാവരും കിട്ടും. അപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുട്ടയും കൂടെ അതിനകത്തോട്ട് വെച്ചോ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് കമൻറ്റ് വഴി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ വരികയാണ്. ഇതിപ്പോൾ 25 കോഴിയാണേ. ഈ 25 കോഴിക്കെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചോദിച്ചു എത്ര തവണ ആഹാരം കൊടുക്കണം, എത്ര കിലോ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ 25 കോഴിക്ക് ഞാൻ രാവിലെ വൈകിട്ടും സന്ധ്യയ്ക്കും കൂടെ 2 കിലോ തീറ്റയെ കൊടുക്കത്തുള്ളൂ. നമ്മൾ ഈ മേടിക്കുന്ന പിന്നെ ഈ ഗ്രോവർ ആയാലും ലെയർ മാഷായാലും, ഇവർക്ക് ഞാൻ ലെയർ മാഷാന്നേ കൊടുക്കുന്നത്. കാരണം ഇവർ മുട്ടയിടുന്ന കോഴിയില്ലേ, മുട്ടയിടുന്ന കോഴിക്ക് ലെയർ മാഷാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഗ്രോവർ കൊടുത്താലും കുഴപ്പമില്ല. ഗ്രോവറിനകത്തിലാകുമ്പോൾ മീനിൻ്റെ അംശങ്ങളൊക്കെ ഉള്ളത് കാരണം കോഴികൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ലെയർ മാഷ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗോതമ്പും പിന്നെ ചോളവും പിന്നെ ഇച്ചിരി മരുന്നാംശമൊക്കെ ചേർന്നുള്ളതാണ്. മുട്ടയിടുന്നവർക്ക് അതാണ് ഏറ്റവും ഉത്തമം. എന്നാലും മറ്റേതും കൊടുക്കാം. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഈ 2 കിലോ തീറ്റിന്ന് സത്യം പറഞ്ഞാൽ 3 കിലോ തീറ്റിയാണ് 25 കോഴിക്ക് നമ്മൾ 2 നേരോട് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് നല്ലപോലെ അവർക്ക് പുല്ല് കൊടുക്കും, പിന്നെ ഗോതമ്പും കൊടുക്കും. അതുകൊണ്ട് എനിക്ക് 2 കിലോ തീറ്റി മതി 25 കോഴിക്ക് കൊടുക്കാൻ. അപ്പം നമുക്ക് പലരും എന്നോട് ചോദിച്ചു ഇതുപോലെ ഈ മുട്ട ഇട്ടാൽ ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചു. നമ്മൾ തീറ്റി മേടിക്കുന്നുണ്ട്. 50 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് 30 കോഴിയുടെ മുട്ട നമുക്ക് ലാഭമാണ്. ബാക്കി 20 കോഴിയുടെ മുട്ട മതി നമുക്ക് അവർക്കുള്ള ആഹാരത്തിന്. അതിലുപരി നമ്മൾ പുറമേ നമ്മൾ ഗോതമ്പ് കൊടുക്കുകയോ ശരിക്കും പുല്ല് വരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് തീറ്റിക്ക് ലാഭമുണ്ട്. ഒരു നേരം ഇപ്പം രാവിലെ ഒരു നേരം ഈ ലെയർ മാഷ് കൊടുത്തതിന് വെച്ചാൽ ഇവരുടെ ബേസ് പറയുകയാണെങ്കിൽ ലെയർ മാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുല്ലും മറ്റു കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു രാത്രി വേണമെങ്കിൽ നമുക്കൊരു ഗോതമ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മതി, അതിനുള്ളതാകും. കുഞ്ഞു വയറായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ലാഭം എടുക്കാം. പണ്ടത്തെ നാടൻ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവെല്ലാം കഴിച്ചു. എനിക്ക് പണ്ട് കോഴിയുള്ളതിന് ഞാൻ രാവെല്ലാം തുറന്ന് വിട്ടേക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ചോറോ അരിയോ ഒക്കെ എറിഞ്ഞിട്ട് കൊടുത്താൽ മതി. അവരില്ല നടന്ന് ചെത്തി പുഴുവോ പിന്നെ വിരയോ അതൊക്കെ തിന്നൊരു ഹന്തി ആകുമ്പോഴത്തെ അവരുടെ കൊക്ക് നല്ലതായിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കും. അതുമല്ല അന്നത്തെ കോഴികളെന്ന് പറഞ്ഞാൽ മുട്ട ഇടാറാകുമ്പോൾ നമ്മുടെ അടുത്ത് വരും, നമ്മൾ പിടിച്ച് മുട്ട എടുക്കും. പിന്നെ അവർ പതുങ്ങി തരും. നല്ല സ്നേഹമുള്ള കോഴികളും ഒക്കെ ആയിരുന്നു. ആദ്യകാലത്തൊക്കെ ഞാൻ മൊത്തം അഴിച്ചു വിട്ട് 5 പൈസയുടെ ചിലവില്ലാതായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് കീരിശല്യമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ അവരെ വലയിലിട്ടൊക്കെ വളർത്താൻ. നമ്മൾ ഒരു തവണ ഇവിടെ വളർത്തിയ കോഴികൾ അവർ മുട്ടയിടുന്ന നല്ല കറുത്ത കാപ്പിരി കോഴികളായിരുന്നു. അതിനെ വന്ന് എന്തോ ഒന്ന് കടിച്ചു പൊറിച്ച് എല്ലാരെയും ഒരുമാതിരി പീസാക്കി ഇട്ടുപോയി. അതിന് ശേഷമാണ് കോഴിക്കോട് നമ്മള് പിന്നെ സന്ധ്യയാകുമ്പോൾ തുറന്നിട്ടാൽ മതി. ഇവര് കോഴികൾ തന്നെ ആ കോഴിക്കൂട്ടിലോട്ടാണ് കയറിയുള്ളൂ. നമ്മൾ ഡോർ അടച്ച. അമ്മയ്ക്ക് കോഴികളെ വളർത്തിയും താറാവിനെ വളർത്തിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വളർത്തിയിട്ടുണ്ട്. എനിക്ക് 10-50 താറാവും ഉണ്ടായിരുന്നു. അന്ന് പിന്നെ കണ്ടെത്തി വിടാനൊക്കെ സൗകര്യം ഉള്ളത് കൊണ്ട് നമ്മൾ താറാവിനെ വളർത്തി. ഇപ്പൊ പിന്നെ മതിലൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നേരത്തെ ഈ ഒരു സ്നേഹമതിലായിരുന്നു. അപ്പം അതിന്റെ ഇടയ്ക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ഊട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിലെ കൂടെ ഒക്കെ താറാവിനെ അയച്ചു. അവർ അതിലെ കൂടെ പോയിട്ട് വരുമായിരുന്നു. ഇല്ലാത്തത് കാരണം ഞാൻ താറാവിനെ വളർത്തലാകും നിർത്തി. ഇപ്പൊ കോഴി എന്തുകൊണ്ട് നമ്മൾ കണ്ട അതും കോഴിക്കൂടായിട്ട് എടുത്ത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. നമ്മൾ പണ്ട് ഈ പൊത്താൻപുരയായിട്ടൊക്കെ ഉപയോഗിച്ചതായിരുന്നു. പിന്നെ നമ്മളത് കോഴിയെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇപ്പം നമ്മുടെ കോഴിയില്ല, ഇതിൽ പകരം നമ്മൾ പൂച്ചയൊക്കെ ഇടാറുണ്ട് അതിനകത്ത്. പിന്നെ ഈ കോഴി ഉണ്ടായിരുന്നു, ഗിരിരാജൻ ഉണ്ടായിരുന്നു. നമുക്ക് കാപ്പിരിക്കോഴി അതുമല്ല മോളെ, നമുക്ക് ഇല്ലേ എന്തോ പേര് ഞാനങ്ങ് മറന്നുപോയി. നമ്മള് ഗൈസ് പേര് കിട്ടി ഗിനിക്കോഴി. ഇടയ്ക്ക് എനിക്കൊരു 10 ഗിനിക്കോഴി ഉണ്ടായിരുന്നു. അതിനെ ഞാൻ കുറേ നാൾ വളർത്തി. അതിന് നല്ല മുട്ടയൊക്കെ ആയിരുന്നു. അതിനെയും വളർത്തിയിട്ടുണ്ട്. പിന്നെ അവരെന്ന് പറഞ്ഞാൽ ഈ കോഴിയും എവരെയും കൂടെ ഒന്നിച്ചായിരുന്നിട്ട് വളർത്തുന്നത്. അന്നൊന്നും വീഡിയോ എടുക്കുന്ന സമയമല്ലാത്തത് കൊണ്ട് അവരുടെ മറ്റേ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. നമുക്ക് തന്നെ നമുക്കറിയാം ഇറച്ചിക്കാർക്കല്ല, നമുക്ക് അറിയാവുന്ന വീട്ടുകാർക്ക് നമ്മൾ കൊടുത്തത്. പിന്നെ അവരിനി ആരെങ്കിലും കൊടുത്തോന്ന് നമുക്കറിയില്ല. ശല്യമായി എപ്പോഴും വായ അതിനൊന്നും
കൂടിൻ്റെ വിലയുടെ കാര്യം ചോദിച്ചായിരുന്നു. അത് നമ്മൾ കോഴിയുടെ പിന്നെ അളവനുസരിച്ചാണ് കൂട് പണിയുന്നത്. ഇപ്പം എനിക്ക് 25 കോഴിയായപ്പോൾ അതനുസരിച്ചുള്ള കൂടാണ്. 13,000 രൂപ. കോഴി നമ്മൾ വളർത്തുന്ന അനുസരിച്ച് കൂടിൻ്റെ വലിപ്പവും വീതിയും ഒക്കെ കൂടും. അപ്പം അതനുസരിച്ച് റേറ്റും കൂടും. പിന്നെ പണ്ട് ഞാൻ നാടൻ കോഴിയെ വളർത്തുന്ന സമയത്ത് 2 ടിപ്പുണ്ട്. കാരണം അത് നാടൻ കോഴി ഇപ്പോൾ വളർത്തുന്നവർക്ക് അത് പ്രയോജനപ്പെടും. പണ്ട് നമ്മൾ ഈ കാൽസ്യത്തിൻ്റെ കുറവ്, തോലുമുട്ട ഇടുകയും കോഴി മുട്ട ഇടാതിരിക്കുകയും ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ കക്കായ ഉണ്ടല്ലോ, കക്ക പൊടിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തിലിട്ട് പുരട്ടിയിട്ട് കുറേശ്ശെ ഇങ്ങനെ ആക്കി ഓരോരുത്തർ വായിലും ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. വായ ഇങ്ങനെ അങ്ങോട്ട് പൊളന്ന് ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ ഇവരുടെ കണ്ണിന് പണ്ടത്തെ നാടൻ കോഴിയുടെ കണ്ണിനൊക്കെ അസുഖം വന്ന് കണ്ണൊക്കെ വീങ്ങി ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ വട്ടക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്, വട്ടക്കുറിഞ്ഞി, അതുകൂടെ ഉണ്ട്. ആ വട്ടക്കുറിഞ്ഞിയുടെ ഇല ഞാനത് ചതച്ച് ഇവരുടെ കണ്ണിലെല്ലാം പൊത്തും. പിറ്റേന്ന് നോക്കുമ്പോൾ അവരുടെ കണ്ണിനകത്തിൽ വീക്കോ ഇല്ല, ആ ചൊറിവുള്ളതെല്ലാം പോകും. നല്ലതാണ് വട്ടക്കുറിഞ്ഞിയുടെ. നമ്മള് വീട്ടില് തന്നെ ഉള്ള ഹോം റെമഡീസ് ഒക്കെ അമ്മ മഞ്ഞൾ തേച്ച് കൊടുക്കാൻ, മുറുകൊണ്ട് മഞ്ഞള് അതുപോലെ തന്നെ സെപ്റ്റിക് ആവാതിരിക്കും. ഈ കൂട്ടത്തിൽ ഒരു കോഴിയുടെ ഇങ്ങനെ ഈ കമ്പിയുടെ ഇടയ്ക്ക് ഇവരെല്ലാം കൂടെ ചവിട്ടിയാൻ തോന്നുന്നു, ഒരു കാലൊന്നും വയ്യാതായി. അപ്പം എന്നിട്ട് അതങ്ങ് ഇരിക്കുവോ, എണ്ണിക്കത്തേ ഇല്ല. അവസാനം ഞങ്ങൾ അതിന് ഈ കൂട്ടത്തിൽ നിന്ന് എടുത്തോണ്ട് പോയി പെരയെ വെച്ചിരുന്നത്. അതാ ആ പെരയിൽ ഒരു പട്ടിക്കകത്ത് വെച്ച് അതിനകത്ത് ഇരുന്നു എന്നും മുട്ടയിടുമായിരുന്നു. ഞാൻ അതിന് ചെയ്ത മാർഗം എന്ന് പറയാൻ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ 2 ദിവസം തൈലം മുറുവെണ്ണ അതാ തൈലം പുരട്ടിയപ്പം പിന്നെ ചെറുതായിട്ട് ഞൊണ്ടി കിടക്കാൻ തുടങ്ങി. ഞാനൊരു 3-4 ദിവസം പിന്നെ ഞാൻ തൈലം പുരട്ടിയപ്പോൾ ഇത് നല്ലപോലെ നൂന്ന് നടക്കാനും ഏതാണ്ട് 1.5 ആഴ്ചക്കാവും നല്ലപോലെ അത് നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അവള് താണ്ടേ അതാ ഏതാ നമുക്കറിയില്ല, എല്ലാവരും ഓടിക്കുന്നുണ്ട്. കാലം ഞങ്ങൾ നെൽപ്പൊളിശൊക്കെ ഇട്ടേ അവളായിരുന്നെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തൊക്കെ വന്നാലും നമ്മൾ വിചാരിച്ച ഇവരെ എങ്ങനെയാന്ന് നോക്കാം. ഞങ്ങൾ അവളെ മുറികളിൽ വിട്ടേക്കോ, ഡൈപ്പർ ഇടുവായിരുന്നു, കവറിന്റെ ഒരു ഡൈപ്പർ കവറ് നമ്മൾ കിറ്റ് നമ്മളിങ്ങനെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുത്ത അപ്പൊ അതിൽ അവർ ഈ അപ്പി അതിനകത്ത് വരുമ്പോ നമുക്കത് കളയാൻ എളുപ്പമായിരുന്നു. ആദ്യം 2-3 ദിവസം നടക്കത്തില്ല, ഒറ്റ ഇരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു, നല്ലപോലെ മുട്ടയിടും. അങ്ങനെ ഞാൻ ഈ 2 കാലിലും തൈലും ചെറുതായിട്ട് പെട്ടി ആദ്യമേ ഒന്ന് ഞൊണ്ടി നടക്കാമെന്ന്, ഒരു കാലിനുള്ളൊരു പ്രശ്നം, ഞൊണ്ടി നടക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ കൂട്ടത്തിൽ കൊണ്ടിട്ടത്. കാരണം അതിന് മുമ്പേ കൂട്ടത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ തീറ്റി കൊണ്ട് വരുമ്പോൾ എല്ലാം കൂടെ കിടന്ന ഒരു തെള്ളുണ്ട്. അല്ലാതെ കൂട്ടിനകത്ത് അവർക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കൂടെ തെള്ളുമ്പോൾ ഒരാൾ ഇരുന്ന് പോയാൽ പുറത്ത് കയറി ചവിട്ടും. പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഞങ്ങൾ കോഴിക്കൂടും കോഴിയൊക്കെ മേടിച്ച ആളുടെ നമ്പർ ഇട്ടേക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വീഡിയോകളൊക്കെ കാണുമ്പോൾ പിന്നെയും നമ്പർ തരുമോ എന്നുള്ള രീതിയിൽ എവിടെ നിന്നാണ് മേടിച്ചെന്നൊക്കെ ഉള്ള രീതി ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം പുള്ളിയുടെ നമ്പരും ഒക്കെ. നമുക്ക് ഒത്തിണങ്ങിയുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾ മേടിച്ചിരിക്കും, ഞങ്ങൾ എവിടുന്നായാലും തപ്പിയായാലും ഞങ്ങൾ മേടിച്ചിരിക്കും, കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു കിട്ടുന്നില്ല, അതാണ് വിഷയം. ഇതിപ്പോ വേണ്ട, നമുക്കിപ്പോ ഇത്രയും ഫില്ലായിട്ടുണ്ട്. നമ്മൾ അറക്കപ്പൊടിയും നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ടാണ്. ഞാൻ ആ ക്ലീൻ ചെയ്ത വീഡിയോയും കൂടി ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഞങ്ങൾ കോഴിയുടെ വേസ്റ്റ് വരുന്നത് അടിയിൽ വരുന്നത് നമ്മൾ ഇങ്ങനെ കവർ വിരിച്ച് ഇങ്ങനെ നീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കണ്ട അറക്കപ്പൊടി ഇടും, സ്മെല്ല് വരാതിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വാരി അറക്കപ്പൊടി മേടിച്ച് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക. പൊടിയല്ല, ഇത് ശീല, പൊടി കിട്ടത്തില്ല, അങ്ങനെ സ്മെല്ല് വരത്തില്ല. പിന്നെ ഭയങ്കര സ്മെല്ലാണ്. ഇങ്ങനെ ഷീറ്റ് വിരിച്ചിട്ട് അറക്കപ്പൊടി ഇട്ടിട്ടാണ് ഇവിടെ കാഷ്ടം വരുന്നത്. ഇത് ഇപ്പം നമ്മുടെ ചുറ്റിനുമുള്ള സൈഡുകളൊക്കെ ഒരു വൃത്തിയോടില്ല. നമ്മൾ ഇതിൽ മാത്രം വരും, സ്മെല്ലില്ല. ഇതിപ്പോ ഇവരുടെ ആ ലെയർ മാഷിന്റെ മണമാണ് ഇവിടെ നമുക്ക് കൂടുതലുള്ളത്. നാളെ ഇത് ഞാൻ കോരും, കോഴിയിട്ട് ഒരു തെങ്ങിന്റെ ചവിട്ടി കുഴിയെടുത്ത്
അതിലിട്ട് അങ്ങ് മൂടും. അപ്പം തെങ്ങിന് വളവും ആവും, നമുക്ക് ഈ കാഷ്ടം കുറയും, സ്മെല്ലും വരത്തില്ല. ഇത് അറക്കപ്പൊടിയല്ല, അതിൻ്റെ ചീകളാ പൊടി നമുക്ക് കിട്ടും. ഇതിപ്പോൾ നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ നമ്മൾ ഇത് മഴ പെയ്യുന്നുണ്ട്, മണ്ണ് നനഞ്ഞ് കിടക്കുന്നതാണ്. എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞാൽ നമുക്കൊരു വൃത്തിയോടൊന്നും വരത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഈ കൂട് മേടിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്കിത് എങ്ങനെയാണ് ഞങ്ങൾ ഈ കൂട് അറേഞ്ച് ചെയ്ത് വെച്ചെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഞങ്ങളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോയും കൂടി ഇടാം. അറിയാൻ പറ്റും. നമ്മളിത് കട്ട് ചെയ്ത് കണ്ടോ, നമ്മൾ ഷീറ്റ് എടുത്തിട്ട് ഈ ഭാഗമായപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം വെച്ച്. ഇതൊക്കെ ചേട്ടൻ്റെ പരിപാടികളാണ്. കുഴപ്പമില്ല, അത് വണ്ണ ഭാഗം. അതിന് നമ്മൾ ഇതുപോലെ ഷീറ്റൊന്നും ഇട്ടില്ല, മോൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് അയാൾ വന്നെങ്കിൽ അതൊക്കെ ചെയ്യാനും. ഇത് തന്നെ ഇപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. മോൾ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് 7-8 മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ. ഇന്നും താമസിച്ച്. അപ്പോൾ വീഡിയോ ഒരുപാട് താമസിക്കേണ്ടല്ലോ ഇടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ രാത്രിയിലായാലും വീഡിയോ എടുത്തിടുന്നത്. ആണ് നമ്മളുടെ പൂച്ചകളുടെ കേന്ദ്രം. അപ്പുറത്ത് ഏതോ ഒരു പൂച്ച വന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിയത്. എന്താ ഇവർക്ക് വേറെ പൂച്ച വരുന്ന എത്ര പ്രിയല്. ഇതാണ് ഞങ്ങളുടെ ചക്കിക്കുട്ടി. ചക്കിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. ചക്കി ശത്രുവിനെ ഓടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ കീറും. എങ്ങനെയാന്ന് അറിയില്ല ഗൈസ്. അതിലെ കൂടെ പോയി കീറത്തില്ല. ഞാൻ തന്നെ പലവണ എനിക്ക് തോന്നുന്നു ഇവരുടെ ദേഹം മുറിയത്തില്ല. പക്ഷെ നൈസായിട്ട് അവർ ഇറങ്ങിപ്പോ. ഞങ്ങളുടെ പാത്തൂനും കിറ്റിക്കും ടോമിനെയും മാല ഇട്ടിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ചക്കുപൊന്നു, ചച്ചുപൊന്നി, ചക്കിരിപ്പൊന്നി. ഇതാണ് ഞങ്ങളുടെ ചക്കിക്കുട്ടി. ശുക്രു എവിടെ പോണു? ശുക്രു ഇതാണ് പാത്തു. ഇവര് തമ്മില് എനിമീസ് ആണ് കണ്ടോ. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല. ഇവൻ പ്രൊമോട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഇവനെ കാണുമ്പോൾ ഇവൻ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് മറ്റവന് ഓടിക്കാൻ തോന്നും. നമ്മളിതുവരെ എവന്റെ കൂട്ടുള്ള മാലയാ കിറ്റിക്കും ടോമിനും പാത്തൂനും ഈ സ്റ്റീൽ മാല ഇട്ടുണ്ട്. കണ്ട ഇവനെ ഇനി ഇടണം. ഇവൻ വളർന്നു, ഇനി ഇവൻ ഇടണം. ഇവനിപ്പോ ഓക്കെ ആയിട്ട് ഇക്കുവാണേ. അവന്റെ അത് കണ്ടോ. ഇത് കാണുമ്പോ ഇവന് ചൊറിഞ്ഞിളകും. അപ്പൊ അവൻ അടിക്കും വെച്ച് അവൻ പക്ഷെ ഇവനെ അല്ല നോക്കുന്നത്. അവൻ പുറത്ത് വേറൊരു പൂച്ച വന്നിട്ട് ഒരെണ്ണം ഞങ്ങളുടെ പോയി. നിങ്ങളപ്പോ ചോദിച്ചില്ല എന്നെ കഴിഞ്ഞ വീഡിയോയില് അമ്മയ്ക്ക് എന്താ സങ്കടം ഒന്നും. ഞങ്ങൾക്കൊരു കുഞ്ഞി ഉണ്ടായിരുന്നു തങ്കു. കിണറ്റില് നമ്മളൊരു കിണറ്റിന്റെ വലയില് ചെറിയൊരു ഊട്ടുണ്ടായിരുന്നു. നമ്മളില് ചെടികളൊക്കെ വെച്ചിരിക്കുന്നതാണ് ശ്രദ്ധിച്ചില്ലായിരുന്നു. അവൻ ആ കിണറ്റിന്റെ ഊട്ടേ കൂടെ പോയിട്ട് വെള്ളത്തിൽ വീണ്. നമുക്ക് ഭയങ്കര ദുഃഖമായി പോയി. അവരൊരാഴ്ചത്തേക്ക് ദുഃഖത്തിലായിരുന്നു. ഇവന് പുറത്ത് വെളി വേറെ പൂച്ച വന്നു. അതിന് കൂൾ ഡൗൺ ബേബി. എന്താ ഇറങ്ങണോ? അവന് പുറത്ത് പോകണം. കാരണം വിസ്കി പോയതിന്റെ വെപ്രാള കേട്ടോ. വിസ്കി വേറൊരു പൂച്ച വന്ന് വിസ്കി പോയപ്പോ അതിന്റെ വെപ്രാള വന്നിത്. ചോറ് കഴിച്ചിട്ട് പോ. ഇറങ്ങണവേ എന്റെ കുഞ്ഞിന് തന്നെ തുറന്നിറങ്ങും കേട്ടോ. കുറ്റി കിട്ടിയേ എന്നാ പൊറ്റോ മക്കളെ. അതിനെ ഉപദ്രവിക്കാൻ പോവാ. പോട്ടെ. ഇനി 3 പേരും കൂടെ കാണിക്കാനുണ്ട്. അതിനകത്ത് ഒരാൾ പ്രഗ്നന്റ്, അവര് മേളില. അത് ഞങ്ങൾ കാണിക്കാം. അത് ഞങ്ങൾ രാവിലെ ഒരു ദിവസം കാണിക്കാം. ഒരാൾക്ക് ചെറിയ പനിയുണ്ട്. അയാൾ മേളി ഒരു സിറ്റൗട്ടി ചാരി ദിവസം അതേ കിടന്ന് ഉറങ്ങും. നിങ്ങൾക്ക് ഈ പൂച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നായ്ക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. കാരണം നമുക്കിവിടെ പൂച്ചകളും നായകളും എല്ലാം ഉണ്ട്. 10-15 വർഷം കൊണ്ടേ പട്ടി ഉണ്ട്. അല്ല അപ്പൊ ചോദിച്ചാൽ മതി. കണ്ടേ ഇതിപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു പോമറേനിയനാണ്. ഇതിന് ഞങ്ങൾ പിന്നെ മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ഡോറായിരുന്നു ഞങ്ങൾ ഇളക്കി മാറ്റി അതെടുത്ത് വെച്ചിരിക്കുകയാണ്. 2 പേരുണ്ട്. ഇത് നമ്മുടെ സാധാ നോർമൽ നമ്മുടെ നാടനാണ്, നമ്മുടെ ഇന്ത്യൻ ആണ്. രാത്രി നമ്മൾ അഴിച്ചു വിടും, പകല് മൊത്തം അടയ്ക്കും. കാരണം പൂച്ച എവളും കൂടെ ചേരത്തില്ല. അവൾക്ക് ഇപ്പൊ ഒരു കണ്ണിൽ നിന്ന് ചെറിയ വെള്ളം വരുന്നു. അപ്പൊ നമ്മൾ കണ്ണിലേക്കുള്ള മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടുത്തെ ഡോക്ടറിനെ കാണിച്ചിട്ടാണ്. ഇത് മാഗി എന്നാണ് അവളുടെ പേര്. അവള് വീഡിയോ എടുക്കുന്നോണ്ട് മാറി നിക്കുന്നതാണ്. എന്റെ ഫോണിലെ ലൈറ്റ് കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്.
എന്റെ കുഞ്ഞിന് പൂച്ചകളെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് പൂച്ചയെല്ലാം രാത്രി ഞാൻ അടച്ചിട്ട് എന്റെ പൊന്നിനെ അഴിച്ചു വിടും. കുഞ്ഞിന്റെ കണ്ണ് കണ്ടോ, കണ്ണിന് വയ്യ, മരുന്ന് വെച്ചോണ്ടിരിക്കുക. എന്റെ ഈ കുഞ്ഞുങ്ങളെ അവർക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തൂടെ. നമ്മുടെ ഇവിടെ ഉള്ള ഒരു കിളിക്കുഞ്ഞുങ്ങൾ അത് പോയി കേട്ടോ, അത് പോയി, അതിന്റെ കൂടും പോയി, എല്ലാം പോയി. ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, ഇവർക്കിപ്പോൾ സൗണ്ടൊക്കെ മാറി മാറി വരാറായി. എല്ലാവരും സൗണ്ടൊക്കെ മാറി തുടങ്ങി. കട്ടനിട്ടിട്ടില്ല മോനില്ലാത്തോണ്ട്. ഇവര് പിന്നെ നമ്മൾ ഈ ടാർപ്പ് ഒന്നും വിരിച്ചിട്ടില്ല കേട്ടോ, ഇത് നമ്മൾ മണ്ണിൽ തന്നെയാണ്. ഇവരുടെ കാഷ്ടം മണ്ണിൽ തന്നെ. ഇത് നമ്മൾ ഇവര് മുട്ടയിടാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവരെ ഇവിടുന്ന് മാറ്റിയിട്ട് അവരോടൊപ്പം തന്നെ ആ ഒരു പ്ലേസിൽ എവിടെയെങ്കിലും വെക്കാനാണ് പ്ലാൻ. ഇവിടെ തന്നെ ചിലപ്പം വെക്കാനും സാധ്യതയുണ്ട്. കാരണം ആടി കട്ട പാവിയിട്ട് നമ്മൾ ഷീറ്റ് ഇടാൻ. ഇതിപ്പോ മണ്ണ് അവിടെ വെള്ളമൊന്നും നിൽക്കത്തില്ല. ഇപ്പൊ മണ്ണ് നമുക്ക് സുഖമാണ്, നമുക്ക് മണ്ണ് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ടാർപ്പേ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ അന്നന്ന് തൂത്ത് അങ്ങ് തെങ്ങിന്റെ വെട്ടി കുഴി ഒഴിച്ചിടും. ഒരു കൊച്ചുകോഴി എന്ന് പറയാനൊക്കെ 3.5 മാസമായി. പിന്നെ ഇവിടെ ഫുള്ള് ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ബക്കറ്റിന്റെ കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ, ബക്കറ്റിന് എത്ര ലിറ്റർ എന്നറിയത്തില്ല. ഇത് മേടിച്ച സമയത്തിന് നമുക്ക് ഈ ബക്കറ്റ് അവര് തരുന്നതാ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിറ്റർ ബക്കറ്റ് ഒന്നും ഇല്ല. അവര് ഒരു സൈസിലുള്ള ബക്കറ്റിങ് തരും. നമ്മൾ അതിനകത്താകുമ്പോൾ നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കും. മറ്റേ ഒരു മരുന്നിന് മാത്രം നമ്മൾ അര ഒഴിച്ചാൽ മതി. അവര് തരുന്നത് ആ ബക്കറ്റും എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് അവർ തരുന്നത്. 20 ml മരുന്ന് ഓരോന്നും ഒഴിച്ചു കൊടുക്കേണ്ടത്. സംശയമുണ്ടോ ഇനിയും ചോദിക്കാം, അതിന് യാതൊരു മടിയില്ല. നമ്മുടെ കൂടൊക്കെ ഇതിലാണ് സെറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ കോഴിയായിട്ട് ഞങ്ങളുടെ ചെടികളൊക്കെ പടർത്താനുള്ള ചെടി വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ ഇതുവരെ നമുക്ക് കോഴിയെ കിട്ടിയില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഈ ഒരു കൂട് ഫുള്ള് വളരെ മനോഹരമാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കുറേ ചെടികളുണ്ട്, അതൊക്കെ ഇവിടെ തൂക്കിയൊക്കെ ഇടണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ കോഴി ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഭയങ്കര രസമാണ്. ഇവിടെ വരുമ്പോൾ ഭയങ്കര മനസ്സമാധാനമാണ്. ഞങ്ങളിവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങൾ. രാത്രി ആയതുകൊണ്ടാണ് ടോബി അമ്മയ്ക്ക് നമുക്ക് ഒത്തിരി ഒത്തിരി മൃഗങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും പേരും കൂടെ തെറ്റിപ്പോകും. ടോബിക്ക് ചെറിയൊരു സ്കിൻ അസുഖം വരുന്നത് കാരണം ആളെ കുറച്ച് വിശാലമായിട്ട് ഇട്ടിരിക്കുകയാണ്. ടോബിക്ക് ഞങ്ങളുടെ ഓമനയായ ടോബി. ആള് ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ. ആളാകെ വാ തുറക്കുന്നത് ഫുഡിന്റെ ടൈം ആകുമ്പോൾ മാത്രമേ അവൻ വാ തുറക്കാവുള്ളൂ. അവന് കുറച്ച് സ്കിന്നിന്റെ പ്രശ്നമുണ്ട്. ഇയാൾക്ക് സ്കിന്നിന്റെ അവിടെ ലാബാണ്. നമുക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ. 7 വർഷം കൊണ്ട് കൂടുന്നുണ്ട്. ആള് നമ്മള് കൂട്ടിൽ അങ്ങനെ ഇടാറില്ല. അവനെ നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. സ്കിന്നിന് ചെറിയതായിട്ട് പൊട്ടിയിട്ട് അവിടെ ഈ ചെറിയ പുഴു വരാന്ന് അത് കാരണം നമ്മൾ ഇവനെ കൂട്ടിലിടാറില്ല. ഇവനെ മാത്രം ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. മറ്റേ അവരെ രണ്ടുപേരും ഞങ്ങൾ ആക്റ്റീവ് വെച്ചാൽ കൊണ്ടുപോകും. ചിക്കുവിനെ നമുക്ക് പുറത്തിടാം, പക്ഷെ ബാക്കി നമുക്ക് പറ്റില്ല. പുറത്തിടാത്ത വേറൊന്നും കൊണ്ടല്ല, അവള് കിടക്കത്തില്ല. അവള് അത് തൊടല് ഊരിയിട്ട് അവൾ ഇറങ്ങി ഓടും. അതാണ് പ്രശ്നം. ഞങ്ങളുള്ളപ്പോൾ ഞങ്ങൾ അവളെ അഴിച്ചു വിടും. അവള് കുറെ നേരം ഓടിയടിക്കുകയൊക്കെ ചെയ്യും. പൂച്ചകളെല്ലാം കയറ്റും. നമ്മൾ 3 പേരെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇവിടെ അഴിച്ചു വിടാറുണ്ട്, എടുക്കാറുണ്ട്. നമ്മളുള്ളപ്പം മാത്രം. ടോബി പിന്നെ നമ്മൾ അഴിച്ചു വിട്ടാലും ആളെവിടെയെങ്കിലും വന്നും കിടക്കത്തേ ഉള്ളൂ. അവന്റെ കൂടെ കിടന്ന് ഉറങ്ങുക അതൊക്കെയാണ്. ഒരാള് രാവിലെ പോയി കറക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. പേടിയാണ്ട് ആള് കറക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. 7 പേരുണ്ട് പൂച്ച. 7 പേര് 7 തട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. 2 പേരിപ്പം മേളത്തെ സിറ്റ് ഔട്ടിൽ പിന്നെ ഒരു ചാരികസനുണ്ട്, അതേ കിടന്ന് ഉറങ്ങുന്നു. 2 പേര് ബോക്സിൽ, ഒരാൾ അപ്പുറത്ത് വർക്ക് ചെയ്യും. കുറച്ചുകൂടെ രാവിലെ ഞങ്ങൾ കുറച്ചുകൂടെ ഇതായിട്ട് കാണിക്കും. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് രാത്രിയിലായി പോകുന്നത് വീഡിയോ. അപ്പൊ ഞങ്ങള് കുറച്ചുകൂടെ രാവിലെയൊക്കെ പറ്റുമ്പോൾ നാളെ തന്നെ ഞങ്ങൾ പുതിയ വീഡിയോ എങ്ങനെയെങ്കിലും ഇടാൻ ശ്രമിക്കാം. കാരണം കുറച്ച് വെളിച്ചത്തില് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ തരുന്ന സപ്പോർട്ട്, ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ അതെ, എന്റെ വീഡിയോ താല്പര്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ പഴയ കഥകളും കോഴിക്കഥകളും ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയണം.
ഞാനിപ്പോൾ നാടൻ കോഴി വളർത്തുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ. അതിന് സ്ഥിരമായിട്ട് ആരും മരുന്ന് അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, കണ്ണിന് അസുഖം വന്നാൽ വട്ടക്കുറിഞ്ഞിയുടെ ഇല, അത് അട്ടക്കുറിഞ്ഞിയുടെ ഇല ഞാൻ അടുത്ത വീഡിയോസ് ഏതാന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ രാത്രി ആണ്ട് അപ്പത്തോട്ട് പിച്ചാൻ പോകാൻ ഒരു ഡേ ഫുൾ, അതായത് നമ്മൾ നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഡേ ഫുള്ളായിട്ട് ഞങ്ങൾ അതൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം. ഒരു വർക്കിംഗ് ഡേ അല്ലാത്ത ഡേയിൽ ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാം, ഉടനെ തന്നെ ഇടാം അത്. സോ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കമന്റ് ചെയ്യുക. അത് തന്നെ, അതൊരു മടിയുമില്ല. പഴയ എന്തെങ്കിലും കോഴിക്കഥകളുണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ ഞങ്ങൾ ബെറ്റർ ആക്കാം. ഒരു മൈക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഞങ്ങൾ ബെറ്റർ ആക്കാം വീഡിയോ ആയാലും. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.